ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത തീവ്രവാദം തരാതരം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഫസൽ ഗഫൂറിനെ പോലെയും ഒ അബ്ദുള്ളയെ പോലെയും ഒക്കെയുള്ള ആളുകൾ പിറവിയെടുക്കുമ്പോൾ അവർ നിർഭയം രാജ്യവിരോധം ചാനലുകളിലൂടെ പുറത്തുവിടുമ്പോൾ വിദ്യാഗുരുസാഗർ മൂർത്തിമാർ പുനർജനിക്കും. അവർ കാര്യങ്ങൾ വ്യക്തമായി വെടിപ്പോടുകൂടി അങ്ങ് പറയും. പുനർജനിക്കുമെന്ന് പറഞ്ഞത് അന്ധവിശ്വാസം കൊണ്ടല്ല, ഞാൻ വേറൊന്നല്ല ഉദ്ദേശിച്ചത്. ഒരാള് പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരാള് പറയാൻ പിറവിയെടുക്കും, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ള കേട്ടോ. അപ്പോ സന്ദീപ് വചസ്പതി ആണെങ്കിലും സന്ദീപ് വാര്യരാണെങ്കിലും ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇവരെ പോലെയുള്ള ആളുകളുടെ പോയിന്റുകൾ ബ്രേക്ക് ചെയ്യത്തക്ക രൂപത്തിൽ ധൈര്യവും അറിവും ആർജവവും കാണിച്ച് നമ്മൾ സമൂഹ മാധ്യമത്തിൽ കാണുന്നുള്ളൂ. പക്ഷേ അല്ല, ധാരാളം പേരെ ഉണർത്തിക്കൊണ്ടുവരാൻ ഈ കേരളത്തിന്റെ മതേതരത്വം മുഴുവനും ഈ ജനാധിപത്യ വിരുദ്ധർക്കെതിരെ, ഈ രാജ്യവിരുദ്ധർക്കെതിരെ ശബ്ദിക്കേണ്ടുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത്. കാരണം ഇനിയെങ്കിലും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ന് പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വലിയ ഭീകരതയും തീവ്രവാദവും നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്ന, അതായത് തീവ്ര ഇസ്ലാമിനു വേണ്ടി വാദിക്കുന്ന ഇടത് വലത് ചരിത്രകാരന്മാരെയും ഇടത് വലത് നവോത്ഥാന പ്രേമികളെയും ചാനലിൽ വന്നിരുന്ന അന്ത്യചർച്ചാ തൊഴിലാളികൾ നടത്തുന്ന ഇത്തരം ഗീർവാണങ്ങളെയും നമ്മൾ ഭയക്കണം. നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ അവരെ വീക്ഷിക്കണം. കാരണം അന്ത്യചർച്ചയ്ക്ക് വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മത ഭീകരതയെ വളർത്താൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഭയക്കുന്നത്? ഇസ്ലാമിക ഭീകരതയെ വളർത്തി ഈ രാജ്യത്തെ തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് പോലും ഈ ഭീകരതയെ താലോലിച്ച് വളർത്തുകയും ഈ ഭീകരരെ ഈ രാജ്യം തകർക്കുന്നതിനു വേണ്ടി വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് വളർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള ഇത്തരക്കാരെ നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ നേരിടണം. വിദ്യാഗുരുസാഗർ മൂർത്തിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നോക്കാം. ഡൽഹിയിൽ അവിടെ താജ്മഹൽ പോകുന്നവർക്കറിയാം, എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് പ്രവേശനമില്ല. ചില ഇടങ്ങളിൽ ക്ഷേത്രത്തിന്റെ സമാനമായ ഭാഗങ്ങളുണ്ടെന്നും ചില കൊത്തുപണികളും ചില ലിഖിതങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടെന്നുള്ളത് പലരും പല രീതിയിൽ പുറത്തുവിട്ടതാണ്. അതൊക്കെ വെരിഫൈഡ് അല്ലെന്ന് മാത്രം, എനിക്കിപ്പോ ഓഫ് ഹാൻഡ് വെരിഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും അതിനകത്ത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആരും ഇവിടെ ഇപ്പൊ ഈ ഇസ്ലാമിക് സോഴ്സസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സോഴ്സസിൽ നിന്നും ചില ട്രോളുകൾ വരുന്നുണ്ട്. അതായത് ഗൾഫിലൊക്കെ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശിവലിംഗത്തിന് സമാനമായ ചില സാധനങ്ങൾ വെക്കുമ്പോൾ സംഘി പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു, ക്ഷേത്രമായിരുന്നു ക്ലെയിം ചെയ്യുന്നതായിട്ട് കളിയാക്കിക്കൊണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ നാട്ടിൽ എവിടെയാണ് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇല്ലാതെ? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയില്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അത് പൈപ്പാണ്. പണ്ട് കാലം മുതലേ വിശ്വാസികൾ നമസ്കരിക്കുന്നതിന് മുമ്പ് വൊളു എന്ന് പറയുന്ന അംഗസ്നാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പൈപ്പാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് ശിവലിംഗമല്ല. അതായത് മറ്റുള്ളവർക്ക് മുന്നിൽ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, തസ്ലീം അഹമ്മദ് റഹ്മാനിയും നൂപുർ ശർമ്മയും തമ്മിൽ ഗ്യാൻവാപ്പി വിഷയത്തിൽ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ നടന്ന ഡിബേറ്റില് കല്ലും മണ്ണും മരവും ഒക്കെ കണ്ടാലും ശിവലിംഗമാണെന്ന് കരുതി നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്നാണ് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നൂപുർ ശർമ്മയെ അവഹേളിച്ചത്. അതൊരിക്കലും ഒരു വിമർശനമായിരുന്നില്ല. ഇനി വിമർശനമാണെങ്കിൽ തന്നെയും തിരിച്ച് നൂപുർ ശർമ്മ പറഞ്ഞതും വിമർശനത്തിന്റെ അതേ ആഴത്തിലും പരപ്പിലുമേ കാണാനും പാടുള്ളായിരുന്നു. നമുക്ക് എന്തും പറയാം, മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല. അപ്പോ ഹിന്ദുക്കൾ വെറും മൂഢന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അത് പൈപ്പ് ലൈനാണ്, ശിവലിംഗമല്ല എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ആക്ഷേപം തന്നെയാണ്. നമ്മുടെ പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് എന്നൊന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും. അതുപോലെ തന്നെയുള്ള മതവികാരമാണ് മറ്റുള്ളവർക്കും എന്ന് വിചാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ ഈ പൊട്ടൽ. ഈ നാടിന്റെ ഓരോ തരി മണ്ണിലും എന്തെങ്കിലും നമ്മുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും. പഴയ രാജനൈതികതയുടെ ഭാഗമായിട്ട് ഇസ്ലാമിക് ഇൻവേഷൻ
അതായത് ഇസ്ലാമിക അധിനിവേശം നടന്ന കാലത്ത് മനഃപൂർവ്വം തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വൈഷ്ണവ കേന്ദ്രങ്ങൾ എല്ലാം ആക്രമിച്ചിട്ട് അതിന് മേലെ തന്നെ മറ്റ് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഒരു ഉപഭൂഖണ്ഡമായ ഭാരതത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം തന്നെ നിങ്ങളുടെയൊക്കെ വിഗ്രഹാരാധനയെ ഞങ്ങൾ ഇതാ തകർക്കുന്നു, നിങ്ങളുടെ ആരാധനാ സമ്പ്രദായം തെറ്റാണ്, നിങ്ങളുടെ ആരാധനയ്ക്ക് മേലെ ഇത് അള്ളാഹുവിന്റെ വിജയം ഞങ്ങൾ കൈവരിക്കുന്നതെന്ന് മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാശിയിലും മധുരയിലും അയോധ്യയിലും ഒക്കെ നമുക്ക് പണ്ടേ തന്നെ തർക്കം ഉന്നയിക്കേണ്ടി വന്നത് തന്നെ ഞങ്ങളുടെ സുപ്രധാനങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളെ, ക്ഷേത്രങ്ങളെ നിങ്ങൾ അധിനിവേശത്തിന്റെ ഫലമായിട്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് മാറ്റണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ക്ഷേത്രം പണിയണമെന്ന് സ്വപ്നേപി ചിന്തിക്കേണ്ട ആളുകളാണ്. ഇന്നും നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത്രയും പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിട്ടും ഇതേ മറുവശം ചിന്തിച്ചാൽ മതി. കോൺഗ്രസിന് പൊളിറ്റിക്കൽ മൈറ്റ് ഉണ്ടായിരുന്ന കാലത്താണ് മുലായം സിംഗിനെ പോലുള്ള ആളുകൾ ഇത്രയും നിന്ദ്യമായ തരത്തിൽ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ചത്. ഗ്യാൻവാബിയിൽ ഉണ്ടായിരുന്ന ആരാധനയെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണ്, കോർട്ട് ഓർഡർ കൊണ്ടല്ല. ഈ മുലായമിന്റെ ഒരൊറ്റ ശാഠ്യം കൊണ്ടത് ഒറ്റ രാത്രി കൊണ്ട് നിർത്തിവെക്കുകയാണ്. അങ്ങനെ ഹിന്ദുക്കളുടെ ആരാധനയെ, പൂർവികമായ ആരാധനയെ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചിട്ടും പൊളിറ്റിക്കൽ മൈറ്റ് ഉപയോഗിച്ച് നിർത്തിവെച്ചവരാണ് കോൺഗ്രസ്. ഇനി ഒരിക്കൽ കോൺഗ്രസിന്റെ ഭരണം വന്നാൽ, അല്ലെങ്കിൽ ഇനി ഒരിക്കൽ ഇതുപോലെ ഈ ജിഹാദികൾക്ക് പൂണ്ടു വിളയാനുള്ള അവസരം ഈ കേന്ദ്രത്തിൽ വന്നാൽ അവർ എന്തൊക്കെ ചെയ്യുകയില്ല എന്നുകൂടി ഈ പ്രേക്ഷകർ ഓർക്കുന്നത് നല്ലതാണ്. അതിനെ ഇടയ്ക്കൂടെ പറയാം. സോ പൊളിറ്റിക്കൽ മൈറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന്, നമ്മുടെ പൂർവികമായ സംസ്കാരത്തിന്റെ യശസ്സിലേക്ക് അതിനെ തിരിച്ചു പ്രതിഷ്ഠിക്കുന്നതിന് പൊളിറ്റിക്കൽ മൈറ്റ് അത്യാവശ്യമാണ്. ഇവിടെ ചോദിച്ചതിൽ ഈ തേജോ മഹാലയമാണ് താജ്മഹൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതായിക്കൊള്ളുന്നില്ല, അങ്ങനെ തന്നെയാണ് അതിന്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൗരാണികമായ ഒരു ശിവലിംഗത്തിന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിന്റെ ചില മാതൃകകൾ അതിന്റെ അകത്ത് അവശേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലർ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ പൂർണ്ണമായും ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ഇസ്ലാമിക ഒരു പള്ളി സ്ഥാപിച്ചാൽ എന്താണ് തെറ്റ്? അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് വേർഷിപ്പ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇതാ ഈ ഷിർക്കിന് മേലെ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കൊടിയ പാപമാണ്. ഇസ്ലാമിക നിയമപ്രകാരം, ഖുർആൻ പ്രകാരം, ഹദീസ് പ്രകാരം, അവരുടെ തഫ്സീറുകൾ പ്രകാരം ഒരു മുസ്ലിം ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതാണ് ഷിർക്ക്. അതായത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരാൾ മറ്റൊരാൾ സ്വന്തം അമ്മയെ വ്യഭിചരിക്കുന്നു, ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ അമ്മയെ വ്യഭിചരിക്കുന്നതിന് 2ാം സ്ഥാനമാണ് തെറ്റിൽ ഇസ്ലാമിൽ. അപ്പോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് തെറ്റ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഷിർക്ക്. ദൈവാരാധന മണ്ണുകൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ പിന്നെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അത് അള്ളാഹുവിന് സമമായിരിക്കുകയും ചെയ്യുകയും അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഷിർക്കാണ്. അത്തരത്തിൽ ഷിർക്ക് ചെയ്താൽ അത് വ്യഭിചാരത്തെക്കാൾ, ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്നതിനേക്കാൾ, ഈ രാഷ്ട്രത്തിന്റെ പിന്നെ സമ്പദ്ഘടനയെ തകർക്കുന്നതിനേക്കാൾ, എന്ത് വൃത്തികളുടെ ബ്രഹ്മാണ്ടത്തെക്കാളും ഇസ്ലാം കാണുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു മൂർത്തിയെ ആരാധിക്കുക എന്നുള്ളതാണ്. ആരെയും കൊന്നാലും കുഴപ്പമില്ല, കൊല വിളിച്ചാലും കുഴപ്പമില്ല, കൈവെട്ടിയാലും തലവെട്ടിയാലും ബലാത്സംഗം ചെയ്താലും ഇതൊന്നും ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ വലിയ തെറ്റല്ല, ശിക്ഷ ലഭിക്കുന്ന കുറ്റമല്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥന ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം. നരകത്തിൽ പോയ ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ ഭൂമിയിലും അത്തരക്കാരെ അവരുടെ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് അവരുടെ ഐക്കണോക്ലാസം നടത്തിയിട്ട്, മുഹമ്മദ് നബി തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള മെക്കയിലെ പണ്ടുള്ള പ്രാകൃതമായിട്ടുള്ള പഴയ ആചരണക്കാരുടെ അവരുടെ പള്ളിക്ക് മുമ്പിലുണ്ടായിരുന്ന കാളക്കുട്ടിയുടെ വിഗ്രഹം പൊട്ടിച്ചു കളഞ്ഞു എന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. കാളക്കുട്ടിയുടെ വിഗ്രഹം എവിടെയാണ് കിടക്കുക നമ്മൾ ആലോചിച്ചാൽ അങ്ങനെയുള്ള അനേകം പരാമർശങ്ങൾ ബൈബിളിന്റെ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ഖുർആനിൽ മൊത്തത്തിലുണ്ട്. ഞാൻ പറയാൻ കാരണം ഈ സെമിറ്റി മതങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഐക്കണോക്ലാസമാണ്. ഇപ്പൊ താജ്മഹൽ മാത്രമല്ല, സീതാറാം ഗോയൽ അദ്ദേഹം ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം എന്ന് 2 വോള്യൂം എഴുതിയിട്ടുണ്ട് പുസ്തകം. അതിൽ 48,000 ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഇവർ തകർത്തതെന്നും എപ്രകാരമാണ് അതിനുമേലെ ഇവരുടെ അധിനിവേശ സമ്പ്രദായത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഈ ഇസ്ലാമിക് ഡോംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നും നമുക്ക് വ്യക്തമായിട്ട് പുസ്തകം പറഞ്ഞിരുന്നുണ്ട്. സീതാറാം ഗോയൽ എഴുതിയിട്ടുള്ള PDF അവൈലബിൾ ആർക്കും വായിക്കാം. അതുപോലെ തന്നെ രാംസ്വരൂപ്, നേരത്തെ നമ്മുടെ അബ്ദുള്ള സാർ ഓടിപ്പോയല്ലോ, അതിന് കാരണമായ എന്റെ ചോദ്യമാണ് ഇസ്ലാമിൽ സ്ത്രീക്കുള്ള സ്ഥാനമുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ ന്യായം പറഞ്ഞു, എന്റെ മക്കൾക്ക് 4 കാർ ഓടിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ രാംസ്വരൂപ് എന്ന് പറഞ്ഞ ഈ പിന്നെ സീതാറാം ഗോയലിനോടൊപ്പം തന്നെ വോയിസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയ രാംസ്വരൂപ് പറഞ്ഞിട്ടുണ്ട് വിമൻ ഇൻ ഇസ്ലാം എന്നൊരു ചെറിയ പുസ്തകം അത് വായിച്ചാൽ അത്യാവശ്യം വായന ഉള്ള അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമാവും എത്രത്തോളം കാടത്തം നിറഞ്ഞ അല്ലെങ്കിൽ എത്രത്തോളം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ്. സാന്ദർഭികമായിട്ട് ഒരു വിഷയവും കൂടി സൂചിപ്പിക്കാം. ഇപ്പൊ ഇന്ന് മുസ്ലിം സ്ത്രീകൾ വളരെ വിദ്യാഭ്യാസം നേടി എല്ലാ മേഖലകളിലും നൈപുണ്യം നേടിക്കഴിഞ്ഞു. അത് മതത്തിൽ നിന്നിട്ട് ലഭിച്ചതല്ല, മതത്തിൽ നിന്നിട്ട് നേടിയെടുത്തതല്ല. അവരങ്ങനെ പറയുമ്പോഴും അവരുടെ ആ വളർച്ചയും പുരോഗതിയും അവരുടെ കഴിവുമൊക്കെ അവർ മതത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുമ്പോഴും ഈ മതവും ഇതുമായി പുലബന്ധം പോലുമില്ല. മതത്തെ മാറ്റി നിർത്തി ആധുനികതയ്ക്കൊപ്പം സഞ്ചരിച്ചതുകൊണ്ട്
ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടുകൂടി ആകുലപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് പഠിച്ചു മുന്നേറാൻ എല്ലാ മേഖലകളിലും നിപുണരാകാൻ കഴിഞ്ഞത്. അതല്ലാതെ മതത്തെ കൂട്ടുപിടിച്ചത് കൊണ്ടല്ല. നമ്മുടെ മതം അതിനനുവദിക്കാൻ നമുക്കറിയാലോ. മാഷിദ PV എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സമർത്ഥമായി പഠിച്ചതിന്റെ അതിനെ ഒന്ന് അനുമോദിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് വിളിച്ചു. വേദിയിൽ കയറിയപ്പോഴേക്ക് അബ്ദുള്ള മുസ്ലിയാർ എടുത്ത് ചാടിയതും ആ പെൺകുട്ടിയുടെ നേരെ ആർത്തട്ടഹസിത് നമ്മൾ കണ്ടതാണ്. കാരണം അവരുടെ സമസ്ത ഇത് പഠിപ്പിക്കുന്നില്ല. പെണ്ണിനെ വേദിയിലേക്ക് വിളിച്ചാൽ അള്ളാഹുവിന്റെ സിംഹാസനം ആടിയോലയുമോ എന്തോ ആവട്ടെ. ഇതാണ് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? ശരിയാ നിയമം ഒരു മനുഷ്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് വ്യക്തമാവും. ഇപ്പൊ താജ്മഹൽ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ഇത് ഞാൻ ഇപ്പോഴല്ല, ഏതാണ്ട് 2010 കാലഘട്ടത്തിൽ ആരോ ഒരാൾ എനിക്ക് വളരെ വിശദമായിട്ട് 4-5 പേജുകൾ അതിനകത്ത് നിന്നെടുത്ത ചിത്രം വായിച്ചു തന്നിരുന്നു. ആ ചിത്രങ്ങളിൽ പലപ്പോഴും ഓംകാരം കുത്തിവെച്ചതായിട്ടും ശിവലിംഗത്തിന്റെ മാതൃകയുള്ളതായിട്ടും ചില കൊത്തുപണിയുള്ളതും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് 14 പ്രസവിപ്പിച്ച് അവളെ പ്രസവത്തിൽ ബ്ലീഡിംഗ് കൊണ്ട് ചത്തുപോയിട്ട് അവളോടുള്ള മഹത്തായ പ്രേമത്തിന്റെ പ്രതീകമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഒരു സ്ത്രീയെ പ്രസവത്തിനുള്ള യന്ത്രമായി ഉപയോഗിച്ച ഒരാൾക്ക് അവളോട് എന്ത് പ്രേമമാണെന്ന് മനസ്സിലാക്കില്ല. അവൾ അത് പ്രസവത്തിൽ മരിച്ചു പോവാണ്, ബ്ലീഡിംഗ് കൊണ്ട്. അവരത് പറയും, ഇവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത് നമ്മളാണ്. പ്രസവ വേദനയും എടുത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ പ്രസവം പ്രതീക്ഷിച്ച് പ്രസവപ്പലകയിൽ നിൽക്കുമ്പോൾ പോലും ഭർത്താവ് കാമപൂർത്തീകരണത്തിനു വേണ്ടി അവളെ വിളിച്ചാൽ അവള് കിടന്നു കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്ന് ഈ കേരളക്കരയിൽ പ്രസംഗിച്ച് സ്ത്രീത്വത്തെ മുഴുവനും ഭോഗവസ്തുവായി മാത്രം അവഗണിക്കുകയും അപമാനിക്കുകയും ചവിട്ടിയരയ്ക്കുകയും ചെയ്ത EP അബൂബക്കർ കാസിമിയെ മറന്നിട്ടില്ലല്ലോ. ലോകത്തിലെ പ്രണയത്തിന്റെ ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ താജ്മഹൽ എന്ന് പറയുമ്പോൾ അതിലൊക്കെ ചില പൊരുത്തക്കെട്ടുകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഫെയർ പോളിസിയാണ്, ലീഗലിയാണ് പോകുന്നത്. ഒരു അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നു, ആരാധന നടന്നിരുന്നു എന്ന സംശയമുള്ളപ്പോൾ നമ്മൾ നിയമപരമായി പരാതി കൊടുത്തും അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇസ്ലാമിക് ഇൻവേഴ്സ് ചെയ്തതുപോലെ മഹാനായ ഓഷോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി, തക്ഷശില നളന്ദ അറിയാമല്ലോ, നളന്ദയിലെ ലൈബ്രറി ഈ ഇസ്ലാമിക് ഇൻവേഴ്സ് കത്തിക്കാനുള്ള ഒരേ ഒരു കാരണം അവിടെ ഖുർആന്റെ പതിപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. രസകരമായി തോന്നും കേട്ടാൽ. അത്രത്തോളം അന്ധമായിട്ടുള്ള ഒരു മതബോധത്തിൽ കഴിയുന്നവരെ ഉണർത്തിക്കൊണ്ടുവരുവാൻ വളരെ പ്രയാസമാണ്. അവർ ഉണരുകയില്ലെന്നത് കാരണം അവർ ഉറക്കം നടിക്കുകയാണ്. അവർ ഉറക്കം നടിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം ക്ലാരിയൻ കോൾ കൊടുത്താൽ അവർ ഉണരില്ല. കാരണം അവർ ഉണർന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങളൊക്കെ സമ്മതിക്കേണ്ടി വരും. ഇതര മതസ്ഥരുടെ മേൽ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരമൊക്കെ ഒഴിവാക്കേണ്ടി വരും. മാന്യമായിട്ട് ഡെമോക്രസിയിൽ ബഹുസ്വരതയിൽ ജീവിക്കേണ്ടി വരും. അതൊന്നും ഇവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം, എനിക്കിപ്പോഴും വളരെ വേദനാജനകമായ ചിത്രം ഞാൻ കണ്ടത്, അഫ്ഗാനിസ്ഥാനിലെ ഈ US ട്രൂപ്പെല്ലാം പിൻവാങ്ങി, ഇന്ത്യൻ ട്രൂപ്പ് പിൻവാങ്ങി, അതിന് ശേഷം താലിബാൻ ഭരണം വന്നപ്പോൾ അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസിൽ AK-47 കയ്യിൽ പിടിച്ചുകൊണ്ട് താടി വെട്ടിയിട്ട് 36 കൊല്ലമായി ഒരുത്തൻ കയറി ഇരിക്കുന്ന ചിത്രം, ആ കസേരയിൽ ഇരിക്കുന്ന ചിത്രം നിങ്ങൾ പലർക്കും ഓർമ്മട്ടോ. ഒരു കാലയിനെ മേലെ കയറ്റി വെച്ച് ഒരു വെളിച്ചെണ്ണ കുപ്പിയുമായി മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാലത്തം നിറഞ്ഞ ബാർബേറിയൻസ് ആയിട്ടുള്ള ഇവരുടെ ഭരണം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ചെറുപ്പം മുതലേ മദ്രസ വിദ്യാഭ്യാസത്തിൽ വന്ന ഡോക്ടറും എഞ്ചിനീയറും അടക്കം. അവിടെയാണ് പ്രശ്നം. സോ ഇത് ചിലർ പറയും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദം ഉള്ളത്. അത് അമ്പേ തെറ്റാണ്. ബിൻ ലാദൻ വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാമിക പ്രഭാഷണം നടത്തുകയും തീവ്രവാദപരമായിട്ട് ശരിയാ നിയമം വരണമെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തവരൊക്കെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഉള്ളവരൊക്കെയാണ്. വിദ്യാഭ്യാസം അല്ല പ്രശ്നം. ആദ്യമേ തന്നെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കുന്ന മതബോധനമാണ് ഇത്തരക്കാരെ സൃഷ്ടിക്കുന്നത്. വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ്. എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും ശരി, അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ മതമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ ബ്രേക്ക് ചെയ്യാൻ എത്ര തർക്കിച്ചിട്ട് ഒരു കാര്യം. ഇപ്പം നമ്മുടെ അബ്ദുള്ള സാഹിബ് വിദ്യാഭ്യാസമുള്ള ആളാണ്. പറയുന്നത് കേട്ടാൽ പിന്നെ തോന്നില്ലെങ്കിലും അദ്ദേഹം 5ാം ക്ലാസ്സുകാരനല്ല. അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു. മാധ്യമ പത്രത്തിന്റെ ഉയർന്ന സ്ഥാനം വഹിച്ച ആളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വളരെ പ്രവർത്തിച്ച ആളാണ്. തേജസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. പക്ഷെ നമ്മളെക്കാളും വിദ്യാഭ്യാസവും യോഗ്യതകളുള്ളവരാണ്. പക്ഷെ അത് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബെൻസ് ഒന്നും വേണ്ട, കാണാൻ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു മതബോധനമാണ് ഈ മറ്റു മതങ്ങളുടെ വിഗ്രഹങ്ങളെ, അത് ആരാധിക്കുന്ന ഇടങ്ങളെ ആക്രമിച്ചാൽ സ്വർഗത്തിൽ അതിന് പ്രത്യേകം കൂടിയുണ്ടെന്നാണ് മതബോധനത്തിലുണ്ട്, മതഗ്രന്ഥങ്ങളിലുണ്ട്. അത് വിശ്വസിച്ചാണ് ഒരു ക്ഷേത്രം തകർത്താൽ അത്രയും നല്ലത്. ഇത് തന്നെയല്ലേ ഇവിടെ മാർക്സിസ്റ്റുകാരും 70കളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാവ് വെട്ടിത്തെളിച്ച്, അതായത് ഐസിസിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ കണ്ണൂർക്കാരനായ റാഷിദ് അബ്ദുള്ള പറഞ്ഞത് എന്ത് തന്നെയാണ്? ഒരു ക്ഷേത്രം തകർക്കുക, അതല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ പോകുന്ന ഒരു ട്രെയിൻ, ഒരു ബോഗി നിങ്ങൾ ഇല്ലാതാക്ക്, ഒരു കത്തിയെടുത്തിട്ടെങ്കിലും ഒരു കുഫാറിനെ, ഒരു കാഫിറിനെ ഇല്ലാതാക്കി കള.
അതുപോലെ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുന്ന വിശേഷ ദിവസങ്ങളിൽ പോയി പൊട്ടിത്തെറിക്ക് നമുക്ക് സ്വർഗവും കിട്ടുമല്ലോ. ഇത് തന്നെയല്ലേ ഇവരുടെ അടിസ്ഥാന വിശ്വാസം. ഇതുപോലെയുള്ള ആളുകൾ കാര്യങ്ങൾ വെടിപ്പായി പറഞ്ഞു മുന്നോട്ട് വരണം. അത്രയും നല്ലതെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ കേരളപുരിയെ പറ്റി പറഞ്ഞത് നായ പാർട്ടിയെ കല്ലിന്മേൽ ചന്ദനം ചാർത്തിയ കേരളമാണ് ഇവിടുത്തെ അന്ന് ഡിവൈഎഫ്ഐ ഇല്ല, അന്നത്തെ പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള അവർക്ക് വിളിച്ച മുദ്രാവാക്യമാണ്. അതായത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശിവലിംഗവും ശ്രീകൃഷ്ണ വിഗ്രഹവും ഇവർക്ക് നായ മൂത്രം ഒഴിക്കുന്ന കല്ല് മാത്രമാണ്. എന്നിട്ട് ഒരു മതേതരത്വമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമാണെന്ന്. അല്ല, ഇവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കറ കളഞ്ഞ ഐക്കണോക്ലാസം വിഗ്രഹഭഞ്ജനമാണ്. വിഗ്രഹഭഞ്ജനം ഹിന്ദു വിരോധവുമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ മൈറ്റ് കൊണ്ട് നമുക്ക് ഹിന്ദു വിരോധം മാത്രമല്ല, ഇസ്ലാമിന്റെ പൊതു അജണ്ട അന്യമത വിരോധമാണ്. നമ്മൾ മാത്രമാണ് ശരി, ഇസ്ലാമിൽ ഒരിക്കലും മതേതരത്വമില്ല. ഇസ്ലാമിലുള്ളത് മതമാണ്, ഇസ്ലാം തന്നെ മതമാണ്. അള്ളാഹു മുസ്ലിമാണ്, അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണെന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ കൽപ്പിക്കുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം. അതിലെ ഇസ്ലാം എന്ന മതത്തെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നത്. ഈ മതത്തിന് യാതൊരു ന്യൂനതയുമില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹു മുസ്ലിമാണ്, അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ്. ആ അള്ളാഹുവിന് എങ്ങനെയാണ് മറ്റൊരു മതത്തെ അംഗീകരിക്കാൻ കഴിയുന്നത്? കഴിയില്ല. ഇതൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇത് സാധിച്ചെടുക്കുന്നത് രക്തച്ചൊരിച്ചിലൂടെ അല്ല. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടാണ്. ഇതിന്റെ വസ്തുതകൾ കാലാകാലങ്ങളിൽ പഠിച്ച് ഇപ്പോ അമ്പലമാണോ അതല്ല പള്ളിയാണോ എന്ന് സ്ഥാപിച്ചെടുക്കാൻ എവിടെയും ഹിന്ദുക്കൾ ഹർത്താൽ നടത്തിയിട്ടില്ല, ആരെയും കൊല്ലാൻ ആഹ്വാനവും നടത്തിയിട്ടില്ല. അവർ നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുകയും അതിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ സുഹൃത്തുക്കളെ? നന്ദി.